ഈ അടുത്ത ദിവസം എന്നെ കാണാൻ വന്ന ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. അദ്ദേഹത്തിന് ഭയങ്കര ക്ഷീണാണ്. അതുപോലെ തന്നെ കൈകാലുകളിൽ തരിപ്പ്, മരവിപ്പ്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് വന്ന സമയത്ത് ഒരു വൈറ്റമിൻ്റെ കുറവാണ്. അപ്പോൾ ഈ ഡയബറ്റിക്കിന് മെറ്റ്ഫോമിൻ പോലുള്ള മരുന്നുകൾ കഴിക്കുന്ന ആളുകളിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടാവും. അപ്പോൾ ഇതുകൊണ്ട് എന്തെല്ലാം പ്രശ്നങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത്, എന്തെല്ലാം ആഹാരങ്ങളാണ് നമ്മൾ ഈ ഡെഫിഷ്യൻസിയെ മറികടക്കാൻ കഴിക്കേണ്ടത് കൂടുതലായി, ഈ കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഞാൻ ഡോക്ടർ ധീരജ്. നമ്മുടെ രക്തത്തിലെ RBC റെഡ് ബ്ലഡ് സെൽസ് സിന്തസിസ് ചെയ്യണമെങ്കിൽ വൈറ്റമിൻ B12 വേണം. അങ്ങനെ വൈറ്റമിൻ B12ന്റെ ഡെഫിഷ്യൻസി നമുക്ക് അനീമിയ ഉണ്ടാകുന്നതിന് കാരണമാകും. അപ്പോൾ മെഗാലോബ്ലാസ്റ്റിക് അനീമിയ എന്ന് പറയും. അപ്പോൾ ഈ രക്തത്തിന്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയും, നമുക്ക് ക്ഷീണം അനുഭവപ്പെടും. അതുപോലെ തന്നെയാണ് ഈ ഞരമ്പിന്റെ മുകളിൽ ഒരു ഇൻസുലേഷൻ ഉണ്ട്, മൈലിൻ ഷീറ്റ് എന്ന് പറയും. ഇതിന്റെ പ്രൊഡക്ഷനും വൈറ്റമിൻ B12 വേണം. അപ്പോൾ ഇത് നശിച്ചു പോകും, മൈലിൻ ഷീറ്റ്. അങ്ങനെയാണ് നമുക്ക് ഈ തരിപ്പ്, മരവിപ്പ്, പുകച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ടും ഉണ്ടാകുന്നത്. ഇനി ചില ആളുകളിൽ ഡിമെൻഷ്യ, മറവി രോഗം ഉണ്ടാകും. അത് ഈ നമ്മളുടെ ബ്രെയിനിലെ ചില ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ പ്രൊഡക്ഷനൊക്കെ വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ മൗത്ത് അൾസർ, വായ്പുണ്ണ് ഉണ്ടാകും പല ആളുകളിലും. നമ്മളെ DNA സിന്തസിസ് ചെയ്യണമെങ്കിലും റിപ്പയർ ചെയ്യണമെങ്കിലും വൈറ്റമിൻ B12 വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇതിന്റെ നോർമൽ റേഞ്ച് എന്ന് പറയുന്നത് 200 പൈക്കോഗ്രാം മില്ലി ലിറ്റർ ടു 300 പൈക്കോഗ്രാം മില്ലി ലിറ്റർ ആണ്. 200ന് താഴത്തേക്ക് പോകുന്തോറും ഡെഫിഷ്യൻസിയിലേക്ക് പോകും. എന്തെല്ലാം ആഹാരങ്ങൾ കഴിച്ചാലാണ് നമുക്കിത് കൂടുതലായിട്ടും കിട്ടുക? പ്രധാനമായിട്ടും മാംസാഹാരങ്ങളാണ്. അതിൽ മത്സ്യം, മീന്, നമ്മൾ മത്തി, ചൂര, അതുപോലെ തന്നെ അയില പോലുള്ള മീന്, പിന്നെ ബീഫിന്റെ ലിവർ, ചിക്കൻ, എഗ്ഗ്, ഇതുപോലുള്ള സാധനങ്ങളാണ് ഏറ്റവും നല്ല സോഴ്സ്. ഇനി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ പാല്, തൈര്, വെണ്ണ, പനീർ, സോയ പോലുള്ള സാധനങ്ങൾ ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വൈറ്റമിൻ B12 ആഡ് ചെയ്തിട്ടുള്ള ധാന്യങ്ങൾ വാങ്ങാൻ കിട്ടും, അതും ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നുവാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും പരിഗണിക്കാവുന്നതാണ്.